അതുകൊണ്ട് കടക്കൽ അബ്ദുൽ അസീസ് മൗലവിക്ക് മരിക്കുമല്ലോ, ഞാൻ സത്യം പറയില്ല. അതിന്റെ മുഷാവറ മെമ്പർമാരൊക്കെ അല്ലോ മരണപ്പെടും, അതുകൊണ്ട് ഞങ്ങൾ കളവ് പറയുള്ളൂ, സത്യം പറയില്ല. അങ്ങനെയാണോ? ഇയാളൊരു സത്യത്തിന്റെ മുത്ത്, ഈ മുത്ത് മാണിക്യക്കല്ലിനെ ഇനിയും നിങ്ങൾ തോളിലേറ്റ് നടക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ നീചമായ നികൃഷ്ടമായ അവസ്ഥയിലേക്ക് ജംഇയ്യത്തുൽ ഉലമ നിപതിച്ചില്ലെങ്കിലേ അപകടത്തിലാവൂലേ? അദ്ദേഹം ഈ പരിസരത്തുണ്ട് എന്നറിയാൻ സാധിച്ചു. കേൾക്കി, ഉടനെ പെർമിഷൻ എടുക്കി, മുടക്കാതിരുന്നാൽ മതി ഞങ്ങളെ പെർമിഷൻ. എന്നാൽ എത്ര താങ്കൾ മുത്താലയ ചെയ്തു വന്നാലും, ഏത് കിതാബ് മുത്താലയ ചെയ്തു വന്നാലും, ഇവിടെ വന്നിട്ടൊന്ന് പ്രസംഗിക്കുന്ന സമയത്ത് താങ്കളുടെ വാക്കുകൾ വ്യതിചലിപ്പിച്ച് അവസാനം അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദാരുണമായ അവസ്ഥയ്ക്ക് ഈ തിരുവനന്തപുരം ജില്ല സാക്ഷിയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ രീതിയിൽ ആ മഹാന്മാരെ കുതിര കയറാൻ ഒരുങ്ങിയത് അല്ലേ? ഇബ്നു ഹജർ റഹിമഹുള്ള മോശക്കാരനല്ലല്ലോ. എന്താ മഹാനുഭാവന്റെ കാഴ്ചപ്പാട്? ഇദ്ദേഹം ഉദ്ധരിച്ച അതേ ഫതാവൽ ഹദീസിയയിൽ പറയുന്നത് നോക്കൂ. ഇദ് ലാ ഖിലാഫ ബൈനഹും അന്ന ജമീഅ സാലിക്, അതെ അദ്ദേഹം പറഞ്ഞത് വിലായത്തിന്റെ അദിനാമർത്തബയിൽ ഏറ്റവും ലോ ക്ലാസ്സിൽ എത്തണമെങ്കിൽ തന്നെ എന്ത് വേണം? ശരീഅത്തിന്റെ ഇൽമിൽ മുഴുവൻ മുത്തബഹിറാണ്. അപ്പൊ ഷെയ്ഖാകണമെങ്കിൽ അഥവാ വിലായത്തിന്റെ അയലാ മർത്തബയിൽ എത്തണമെങ്കിൽ ശരീഅത്തിന്റെ അങ്ങേയറ്റത്തെ വിവരം മൂപ്പരന്നെ രണ്ടറ്റവും വിവരിച്ചു തരേണ്ടി വരും. വല്ലാത്തൊരറ്റം. അതിന് കിട്ടിയാലേ കഴിയുള്ളൂ എന്ന് പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ള. താങ്കൾ ഉദ്ധരിച്ച അതേ ഫതാവൽ ഹദീസിൽ പറയുന്നത് നോക്കൂ. ഇദ് ലാ ഖിലാഫ ബൈനഹും, മഹത്തുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്താ? അന്ന ജമീഅ സാലികീനൽ ആരിഫീന ബില്ലാഹി തആല യജൂസുൽ ഇഖ്തിദാഉ ബിഹിം സവാഉൻ ഹസല സുലൂകു ഖബ്ലൽ ജദ്ബതി ഔ ബഅദഹാ വസവാഉൻ അലിമു ജമീഅ ഉലൂമിശ് ശരീഅത്തിൽ മഫ്റൂളതി വൽ മൻദൂബതി അം ലം യഅരിഫു സിവാ ഫർളിൽ ഐനിൽ ലദീ ലാ ബുദ്ദ ലികുല്ലി മുകല്ലഫിൻ മിൻഹു. സത്യം മാത്രം പറയുന്നു, സത്യം പറയാൻ വേണ്ടിയാണ്ട് മെമ്പർഷിപ്പ് എടുക്കാത്ത, സത്യം പറയാൻ വേണ്ടിയിട്ടുള്ള ആവേശം കാരണത്താൽ ഒരു സംഘടനയിലും കൂടാത്ത, പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തെ നന്നാക്കാൻ വേണ്ടി ഓടിയെത്തിയ ആ മഹാപണ്ഡിത കേസരി, വാറോല പറയാത്ത ആ മഹാപണ്ഡിതൻ കേൾക്കട്ടെ. ഇത് ലാ ഖിലാഫ ബൈനഹും, അല്ലേ? ഇത് ലാ ഖിലാഫ ബൈനഹും അന്ന ജമീഅ സാലികീനൽ ആരിഫീന ബില്ലാഹി തആല, മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ മഹത്തുക്കൾ, യജൂസുൽ ഇഖ്തിദാഉ ബിഹിം, അവരെ അനുധാവനം ചെയ്യാം. സവാഉൻ ഹസല സുലൂകു ഖബ്ലൽ ജദ്ബതി ഔ ബഅദഹാ വസവാഉൻ അലിമു ജമീഅ ഉലൂമിശ് ശരീഅത്തിൽ മഫ്റൂളതി വൽ മൻദൂബ, ശരീഅത്തിന്റെ സർവവിജ്ഞാനങ്ങളും ഫറളും സുന്നത്തും മുഴുക്കെ അറിഞ്ഞാലും അനുധാവനം ചെയ്യാം, പിന്തുടരാം. അം ലം യഅരിഫു സിവാ ഫർളിൽ ഐനിൽ ലദീ ലാ ബുദ്ദ ലികുല്ലി മുകല്ലഫിൻ മിൻഹു. അം ലം യഅരിഫു, അം ലം യഅരിഫു, അം ലം യഅരിഫു സിവാ ഫർളിൽ ഐനിൽ ലദീ ലാ ബുദ്ദ ലികുല്ലി മുകല്ലഫിൻ മിൻഹു. ഒരു മുകല്ലഫ് മനസ്സിലാക്കേണ്ട അനിവാര്യമായ ഫർള് ഐനായ കാര്യങ്ങളൊഴിച്ച് മറ്റൊന്നും അവർക്കറിയില്ല എങ്കിലും അത്തരം വലിയകളെ അനുധാവനം ചെയ്യാമെന്ന് ഇബ്നു ഹജർ റഹിമഹുള്ള ഫതാവൽ ഹദീസിയയിൽ
പേജ് നമ്പർ 318 വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കെ ആ മഹാനുഭാവന്റെ പേരിൽ വളരെ നീചമായി നികൃഷ്ടമായി കള്ളവാദം കെട്ടിച്ചമച്ച് ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഇത്തരം പണ്ഡിത പ്രവൃത്തികളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 മുമ്പ് പറഞ്ഞു വെച്ചതറിയുമോ? സയൂഷിക്കു അയ്യത്തിയ സമാനുൻ അലാ ഉമ്മത്തി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാഅ് മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഒരു വിഭാഗം പണ്ഡിതന്മാർ ഒരു സമൂഹം വരാനിരിക്കുന്നു. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മു, ഇസ്ലാമിന്റെ പേര് മാത്രമേ അവശേഷിക്കൂ. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മു, പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികളെ അവശേഷിക്കൂ. മസാജിദുഹും ആമിറ, അവരുടെ പള്ളികൾ വളരെ ഉന്നതമായ രീതിയിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട രമ്യഹർമ്മ്യങ്ങളായിരിക്കും. വഹിയ ഖറാബും മിനൽ ഹുദാ, പരിശുദ്ധമായ സന്മാർഗത്തെ തൊട്ട് അത് ദൂരെയായിരിക്കും. അപകടകരമായ ഗ്രൂപ്പ് തർക്കത്തിന്റെ, അപകടകരമായ അശ്ലീലതകളുടെ, സ്വവർഗ സംഭോഗത്തിന്റെ, വേണ്ടാത്ത പ്രവർത്തനങ്ങളുടെ സങ്കേതങ്ങളായി മസ്ജിദുകൾ മാറും. അവരുടെ പണ്ഡിതന്മാർ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വചനമാണിത്. പരിശുദ്ധ നബി ലോകത്ത് വന്നിട്ട് ഒരു കളവിന്റെ അംശലേശം ചേർന്ന് കിടപ്പില്ലാത്ത അത്യുജ്വല വ്യക്തിത്വത്തിന്റെ, അത്യുന്നത വ്യക്തിത്വത്തിന്റെ, അത്യുൽകൃഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമയായ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 മുമ്പ് പറയുകയാണ്, ഉലമാഉഹും, അവരിലെ പണ്ഡിതന്മാർ ശർറു മൻ തഹ്ത അദീമിസ് സമാഅ്, ആകാശത്തിന് കീഴെ ഏറ്റവും വൃത്തികെട്ടത്, നിങ്ങൾ ക്ലോസറ്റിന്റെ അടിയിലേക്ക് കൊണ്ടുപോയാക്കുന്ന ആ വിസർജ്യ വസ്തുവിനെ കുറിച്ചല്ല പറഞ്ഞത്, മുനിസിപ്പാലിറ്റി തോടുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട വെള്ളത്തെ കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് അവരിലെ ഉലമാഉഹും, അവരിലെ പണ്ഡിതന്മാർ ശർറു മൻ തഹ്ത അദീമിസ് സമാഅ്, ആകാശത്തിന് കീഴെ ഏറ്റവും വൃത്തികെട്ടവരായിരിക്കും. മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന, അവരിൽ നിന്നാണ് കുഴപ്പം ആരംഭിക്കുക. മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന, അവരിൽ നിന്നാണ് കുഴപ്പമുണ്ടാകുക. അവരൊന്ന് പ്രസംഗിച്ചു പോയാൽ ആ നാട് കുട്ടിച്ചോറാകും. അവരൊന്ന് സംസാരിച്ചാൽ പരസ്പരം സ്നേഹത്തിൽ കഴിഞ്ഞവർ തമ്മിലടിക്കും. അവരൊന്ന് പ്രസംഗിച്ചാൽ സുന്ദരമായ ആശയ പ്രചരണ പ്രവർത്തനം നടത്തുന്നതിന് ഏർപ്പെടുത്തപ്പെടും. അവരൊന്ന് പ്രസംഗിച്ചാൽ പള്ളിയുടെ അകത്തളങ്ങളെ മോശമായ ചിത്രത്തിലേക്ക് നിപതിക്കാൻ കഴിയും. അവരൊന്ന് പ്രസംഗിച്ചാൽ പൂർവിക മഹത്തുക്കളുടെ മഹിതമായ ചരിത്രത്തിനെതിരെ കൊഞ്ഞനം കൊട്ടുന്ന 100 കണക്കിന് ചെറുപ്പക്കാരെ സൃഷ്ടിച്ചുവിടാൻ സാധിക്കും. അവരൊന്ന് പ്രസംഗിച്ചാൽ ആ നാട്ടിൽ സ്നേഹത്തിന്റെ വളരെ മനോഹരമായ അന്തരീക്ഷം കുടിക്കൊള്ളുന്ന സാഹചര്യത്തിൽ നിന്ന് അടിപിടിയുടെ, തമ്മിലടിയുടെ, സംഘർഷത്തിന്റെ, സംഘട്ടനത്തിന്റെ രക്തരൂക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കപ്പെടും. അതുകൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിക്കുന്നു, ജഗന്നിയന്താവായ പടച്ച തമ്പുരാന്റെ പ്രിയ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന, അവരുടെ നാവിൽ നിന്നാണ്, അവരിൽ നിന്നാണ് കുഴപ്പം പുറപ്പെടുന്നത്. അവർ ആകാശത്തിന് കീഴെ ഏറ്റവും വൃത്തികെട്ടവരാണ് എന്ന് ഹബീബ് പരിചയപ്പെടുത്തിയ ആ നികൃഷ്ട വിഭാഗത്തിലേക്ക് പൊന്നു ഹസ്രത്ത് കുടിയേറി പാർക്കരുത്. അപകടല്ലേ അല്ലേ? പനവൂരിന്റെ പ്രതലത്തിൽ, പനവൂരിന്റെ മഹിതമായ സാഹചര്യത്തിൽ എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ? മഹാനുഭാവനെ കുറിച്ച് എഴുതാൻ പറ്റാത്തതൊരു മനുഷ്യനെ കുറിച്ച്, ഒരു പണ്ഡിതൻ പോട്ടെ, ഒരു വലിയ പോട്ടെ, കുത്തുബുസ്സമാൻ പോട്ടെ, ശരാശരി ഒരു മനുഷ്യപുത്രനെ പോയിട്ട് പോലും എഴുതാൻ പറ്റാത്ത അശ്ലീലതയുടെ, നീചതയുടെ, നികൃഷ്ടതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് വളരെ നികൃഷ്ടമായ രീതിയിൽ നിങ്ങൾ എഴുതി പിടിപ്പിച്ചു അല്ലേ? വീട് വീടാന്തരം കയറിയിറങ്ങി നിങ്ങളത് വിതരണം ചെയ്തു. അതൊക്കെ വിതരണം ചെയ്യുമ്പോഴും സമചിത്തതയോടുകൂടെ
ആ എഴുതിയവന്റെ കൈകൾക്ക്, ആ എഴുതിയാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചവരുടെ മനോദലങ്ങൾക്ക്, ആ എഴുതാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത് കഠിനേക്ക് നൽകി സഹകരിച്ചവരുടെ മനങ്ങൾക്ക്, അതിനുവേണ്ടി കഠിനമായി ഇറങ്ങുകയും പണം ചെലവഴിക്കുകയും ചെയ്ത സഹോദരന്മാർക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിൽ അവരുടെ ഹൃദയത്തിന് മാനസാന്തരമുണ്ടായാൽ അതാണ് ഏറ്റവും ഉത്തമം എന്ന് കരുതി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ മാന്യമായി പ്രതികരിക്കുകയായിരുന്നു. അല്ലേ? ഞങ്ങൾക്കറിയാമായിരുന്നു താങ്കളുടെ പ്രഭാഷണം കഴിഞ്ഞാൽ താങ്കളുടെ പ്രഭാഷണത്തിലൂടെ ഈ നാട്ടിൽ പനവൂര് പ്രദേശത്ത് കുഴപ്പം ഉണ്ടാകും. അങ്ങനെ കുഴപ്പമുണ്ടായാൽ അതിനോട് പ്രതികരിക്കേണ്ടത് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ട് മുമ്പ് നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉത്ബുദ്ധരായ ആളുകൾ, വിവരമുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, സാധാരണക്കാരായ ചെറുപ്പക്കാർ, അള്ളാഹുവിന്റെ വലിയകളെ നിങ്ങൾ ഖുതുബുൽ സമാന മാറ്റി നിർത്ത്. യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി എന്ന് പറയുന്ന മഹാമനീഷിയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്ത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ളയെ വളരെ മോശമായ രീതിയിൽ, വളരെ നികൃഷ്ടമായ രീതിയിൽ, ഒരു സാധാരണക്കാരൻ പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വളരെ മോശമായ അദ്ദേഹത്തിന്റെ കിതാബെടുത്ത് തട്ടിപ്പ് കാണിക്കുമ്പോ അതുവഴി നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ താങ്കളെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് 1400 മുമ്പ് പറഞ്ഞത് താങ്കളെക്കുറിച്ച് ആകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം നശിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നന്നാവട്ടെ, ആലോചനയ്ക്ക് വിധേയാക്കട്ടെ. അല്ലേ? നമുക്ക് തിരിച്ച് കുറച്ച് നോട്ടീസ് എഴുതായിരുന്നു. അതേ നാണയത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അദ്ദേഹം മോശക്കാരനാണ്. അല്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും ശക്തമായ എതിർപ്പാണ് കൊടുത്ത് നമ്മള്. അല്ലേ? പുത്രശൂന്യനാണ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന് തെളിവ് കൊണ്ടുവരാൻ കഴിയും? സനത് വെട്ടി വരുമോ? ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു പുത്രശൂന്യനാണ് കണ്ടൊരു നോട്ടീസ് ഇറക്കി. ആർക്കും എഴുതാലോ, പേന ചലിക്കും, പ്രസ് ചലിക്കും. പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. അതിഭീകര നിങ്ങൾ ചെയ്തത്. ഒരു സാധാരണ മനുഷ്യനെ പോലും പറയാൻ മടിക്കുന്ന അതീവ നികൃഷ്ടമായ കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയം വിമലീകരിച്ച് ശുദ്ധീകരിച്ച് മഹിതമായ പാരമ്പര്യത്തിലേക്ക് എത്തിച്ച ദക്ഷിണയുടെ പുസ്തകങ്ങൾ ഞാൻ കുറെ വായിച്ചു. ദക്ഷിണയുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോ അതില് മറ്റേ ഷംസുദ്ദീൻ ഉസ്താദ് അല്ലേ, ഷിഹാബുദ്ദീൻ ഉസ്താദിനെ കുറിച്ച് ലേഖനം കണ്ടു. അദ്ദേഹം പുണ്യ റസൂലിനെ സ്വപ്നത്തിൽ കണ്ട ആളാണ്. എന്നിട്ട് അതൊരു വലിയ സംഭവമായിട്ട് പറഞ്ഞു. വലിയ സംഭവം തന്നെയാണ്. ഈ ഇരിക്കുന്ന സദസ്സിലേക്കൊന്ന് വന്നിട്ട് അന്വേഷിച്ചാൽ ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകളിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ജനലക്ഷങ്ങളുടെ ഹൃത്തടങ്ങളിൽ രാജകുമാരനെ പോലെ പരിലസിക്കുന്ന ആ മഹാമനീഷിയെ പലതവണ ആവർത്തിച്ച് സ്വപ്നത്തിലൂടെയും മുറാഖബയിലൂടെയും കണ്ട നൂറുകണക്കിന് സഹോദരന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഈ മനുഷ്യൻ തിരിച്ചറിയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളെ ഏറ്റവും വലിയ നേതാവിന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഷെയ്ഖുനായുടെ സാധാരണ മുരീദിന്റെ നിത്യസംഭവമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്റെ പിന്നിലിരിക്കുന്ന ഫളുലുള്ള ഫൈസി, ഞാനും അദ്ദേഹം കൂടെ പഠിപ്പിച്ച് അങ്ങനെ ഒരുമിച്ച് പലതവണ കണ്ട അദ്ദേഹം പലപ്പോഴും എന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുണ്യ റസൂലിനെ പലതവണ കണ്ട സഹോദരനാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ഖലീഫമാർ പരിശുദ്ധ റസൂലിന്റെ തിരുസാന്നിധ്യം കണ്ണുകൊണ്ട് നേർക്കുനേർ മുറാഖബയിലും പരിശുദ്ധമായ മനാമിലും കണ്ടവരാണ്. അതറിയാം നിങ്ങൾക്ക്? ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ടിന്റെ നായകനെതിരെ തിരിയുന്നതിന് മുമ്പ് തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ആ കുഴപ്പം പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കുക, അല്ലെങ്കിൽ പടച്ചോനോട് പറഞ്ഞു നോക്കുക. അല്ലേ? പല കുഴപ്പമുണ്ടാവും. ആളുകൾ അള്ളാഹുവിന്റെ ആളുകൾക്കെതിരെ തിരിയുമ്പോ ബേസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നന്നായി നോക്കിക്കൊണ്ട്.
ഞാൻ പച്ചയായിട്ട് പറയണില്ല, വലിയ ബുദ്ധിയുള്ള ആളാണല്ലോ, എന്നാ ആലോചിച്ചോട്ടെ. സത്യം മാത്രം പറയുന്ന ആളാണല്ലോ, ആലോചിച്ചോട്ടെ. എന്തായാലും സനത് കൊണ്ടുവരില്ല എന്ന് ഉറപ്പാ. കഴിഞ്ഞില്ല അല്ലേ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ളാഹ്ക്ക് നേരെ മാത്രമല്ല അദ്ദേഹം കുതിര കയറിയത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവനെ കുറിച്ച് പ്രസിദ്ധ പണ്ഡിതനും വലിയ സൂഫി വര്യനുമായ കോഴിക്കോട് കാളി അവറുകൾ രചിച്ച മുഹിയുദ്ദീൻ മാല, മഹാനുഭാവൻ പറയുന്ന എന്താ? അപ്പോൾ കുലംപൊക്കെ പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വെച്ചോവർ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? അപ്പോൾ കുലംപൊക്കെ പുതിയ ഇസ്ലാമിനെ മുസ്ലിമായി ഇസ്ലാമിന് വന്നേക്ക് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വിട്ടോവർ. അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വിട്ടും. അബ്ദാലി എന്ന് പറഞ്ഞാൽ ഇയാള് പറയുന്നുണ്ട്, പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്, അബ്ദാൽ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പലപ്പോഴും പ്രത്യക്ഷപ്പെടാൻ കഴിയും. നിങ്ങളെ ശൈഖ് 4 സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടെ എന്നല്ല, 4 സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് പ്രസംഗിക്കട്ടെ. 400 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ യോഗ്യനാണ് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി എന്ന് പറയുന്ന മഹാമനീഷി എന്ന് ഈ ജനസഞ്ചയത്തിന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലേ? 4 സ്ഥലത്ത് ആളൊന്ന് അടുത്തു പോയി പരിചയപ്പെട്. ഇപ്പോഴല്ലേ ആളെ കോളറിയ അല്ലേ? എന്നിട്ട് പറയാ ഞാൻ അങ്ങോട്ട് വരൂല. ഓ വല്യമ്പ്രാൻ, ഞാൻ അങ്ങോട്ട് പോരൂല, നീ ഇവിടെ വന്ന് നീ സ്ഥാപിക്കും. ഒരു കാര്യം കൂടെ പറയട്ടെ, താങ്കൾ ഇവിഷയകമായി താങ്കളിൽ ഉള്ളയിടത്തേക്ക് ഞാനും മജീദ് ഉദയും ഫളിലുള്ള ഫൈലയും വരാം. ഞങ്ങളുമായി ഇവിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക്, പരസ്യമായോ സ്വകാര്യമായോ ഒരു ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറാണ് എങ്കിൽ 1000 കുതിരശക്തിയോടുകൂടെ താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഉണ്ടോ? ഷെയ്ഖ് വേണ്ട, ഷെയ്ഖിന്റെ മുരീദന്മാര് അല്ലേ? ആശയ സംവാദം അവിടെയല്ലേ കാണുക. താങ്കൾ ആൺകുട്ടികളെ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ അല്ലെ? ഇതൊരു ടെസ്റ്റ് ഡോസാ. ഇത് തന്നിട്ട് എന്തൊക്കെ മരുന്നുള്ളതെന്ന് പരിശോധിക്കാം. അപ്പൊ അറിയാം ആളെ ഊക്ക്. എന്നിട്ട് കുറച്ച് കുട്ടികൾ അതിന്റെ പിന്നാലെ കൂടിയേക്കാം. ഓ ഇതന്നെയാണ് ഹോജാൻ. അപകടമായി പോയി താങ്കൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കയറി വന്നേക്കുന്ന അബുദാലായി പോയിക്കോ ടെക് അല്ല. അതിനാ മർത്തബയിലെത്താനുള്ള ശരീഅത്തിന്റെ വിജ്ഞാനത്തിൽ മുഴുവൻ പ്രാവീണ്യം നേടിയിട്ടുണ്ടോ കുട്ടാനി? ഇല്ല. അപ്പോ ഷെയ്ഖിന്റെ മർത്തബയിലെത്താൻ, അയലാ ദർജയിലെത്താനുള്ള ആ ശരീഅത്തിന്റെ വിജ്ഞാനത്തിന്റെ എല്ലാ ഇൽമിലും അതീവ പ്രാവീണ്യം തെളിഞ്ഞ് കണ്ടുപിടിക്കൊണ്ടിരിക്കുന്ന ആ ശാസ്ത്ര സത്യങ്ങൾക്ക് മുഴുവൻ ഇസ്ലാമിന്റെ ആ വിധിവിലക്കുകളൊക്കെ പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഇല്ല. 4 സ്ഥലത്ത് ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെട്ടുങ്ങാണ്ട് പ്രസംഗിക്കാൻ വെക്കോ? ഇല്ല. എന്നാ അബുദാലാൻ പറ്റൂല, അവിടെ കുത്തിരുന്നു. ഒരു ഉസ്താദിന്റെ സനത് എഴുതി വാങ്ങിയിട്ട് അതിന്റെ ആ കോപ്പി അത് ഹസ്രത്തിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നീ ഉസ്താദ് ഉണ്ടായ പോരാ, പഠിപ്പിച്ചു കൊടുത്താൽ പോരാ, ഉസ്താദ് ഉണ്ടായ പോരാ, ഒന്നും പോരാ. പിന്നെ ഉസ്താദിന്റെ എഴുതി കൊടുക്കണം. എവിടുന്നാണ് ഈ ഹോജ എഴുതി കൊടുത്ത് വേണം എന്നുള്ള പ്രഖ്യാപനം നടത്താൻ ഇദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്? ഉമർ റളിയല്ലാഹു അൻഹു ഇനി വന്നിട്ട് ഇയാളെ മുന്നില് ഞാന് ഉമർ റളിയല്ലാഹു അൻഹു വലിയകളുടെ ഒക്കെ മേലുള്ള സഹാബത്ത് അറിയുന്ന ആ കൂട്ടത്തിൽ പെട്ട ആളാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലോകത്തുള്ള മൊത്തം ഈമാൻ ഒരു ത്രാസിലും സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ റളിയല്ലാഹു തആല
മറുത്രാസിലും വെച്ചാൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ റളിയല്ലാഹു തആല അൻഹു കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ശരീഅത്തിന്റെ വിജ്ഞാനത്തിൽ മുത്ത് റസൂൽ എഴുതി കൊടുത്ത ആ രേഖയൊന്ന് കാണിക്കാൻ ഈ വിദണ്ഡവാദങ്ങളുടെ പിന്നാലെ പോകുന്ന ഈ ഹസ്രത്തിന് സാധിക്കുമോ? അത് വേണത്ര എഴുതിന് കൊടുക്കണം, ഉസ്താദ് എഴുതിക്കണം. കള്ളുടേം കടലെന്ന് നമ്മൾ തിരിയാൻ അല്ലേ? മൂപ്പര തെളിവും മൂപ്പര പ്രഖ്യാപനം. തെളിവെന്തേ കാരം? ഒന്ന് എഴുതി കൊടുക്കണതിനെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടാവില്ല. അർത്ഥം തേക്കാരം അല്ലേ? കള്ളുടെ അങ്ങോട്ട് കടല തൊള്ളിക്കുമ്പോ തല ഇങ്ങോട്ടേക്കാരം, ഇപ്പുറത്തേക്ക് കടലിടുമ്പോ തല പുറത്തേക്കാരം എന്ന രീതിയിൽ അല്ലേ? അത് കണ്ട് വേറൊരു കള്ളുടെയും കയ്യൊട്ടിയായിരുന്നു. കയ്യൊട്ടിയപ്പോ ഈ കൈ കൊണ്ട് കൊട്ടുമ്പോ ഒരു കൈ മേലെ കൂടെ മറ്റേ കൈ തീക്കും എന്ന മാതിരി തനി കള്ളുകുടിയന്റെ റോളിലേക്ക് മാറിയില്ല താങ്കളുടെ പ്രസ്താവനയും താങ്കളുടെ കിതാബിന്റെ ഉദ്ധരണിയും. താങ്കളുടെ പേരിന്റെ കൂടെ ഹസറത്ത് മാറ്റിയിട്ട് കസറത്ത് നാക്കിക്കോളൂ അല്ലേ? പേരിലൊരു വാലും കെട്ടിന് ഒരു വാലും ഉണ്ടായാൽ മതിയോ? വിവരം വേണ്ടേ? ഇങ്ങോട്ടല്ല ഇതൊക്കെ പറയണ്ടേ? അല്ലെ പഠിച്ചു വരണ്ടേ? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം മഹാനുഭാവനെ കുറിച്ച് എന്ത് പറയുന്നു? അബ്ദാലാക്കി വിട്ടു. ഉസ്താദിന്റെ എഴുത്ത് കിട്ടിയിട്ടാണോ? ശരീഅത്തിന്റെ ഇൽമിലൊക്കെ പ്രാവീണ്യം നേടി ഒക്കെ ഉറപ്പുവരുത്തിട്ട് ഇല്ല. അപ്പോൾ കുലംബുക്കെ പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വെച്ചവർ പുതിയ ഇസ്ലാമായിട്ട് വരിക അള്ളാഹു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അബ്ദാല് ഇസ്ലാം അതൊക്കെയാണ്. എന്നിട്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനുഭാവൻ പറയുന്ന നോക്കൂ. قال الإمام الغزالي في شرح الاسم الحكيم من الأسماء الحسنى ومن عرف الله تعالى فهو حكيم وإن كان ضعيف المنة في سائر العلوم الرسمية قليل اللسان قاصر البيان فيها. ബഹുമാനപ്പെട്ട ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ ഹക്കീം എന്ന് പറയുന്ന അസ്മാഉൽ ഹുസ്നയിലെ ഹക്കീം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സിഫത്ത് വിശദീകരിച്ചിടത്ത് വമൻ അറഫല്ലാഹ തആല ഫഹുവ ഹകീമുൻ, അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ അവൻ ഹക്കീമാണ്. വഇൻ കാന ലഈഫൽ മിന്നതി ഫീ സായിറിൽ ഉലൂമിർ റസ്മിയ, റസ്മിയായ മറ്റു ഇൽമുകളിലൊക്കെ വളരെ നിലവാരം കുറവാണെങ്കിലും. എന്നിട്ട് മഹാനുഭാവൻ വിശദീകരിച്ചിട്ട് മഹാനുഭാവന്റെ വാക്യം വിശദീകരിച്ചുകൊണ്ട് എടുത്തു വെച്ചുകൊണ്ട് റൂഹുൽ ബയാനിൽ ഇസ്മായിലുൽ ഹഖി അൽ ബറൂസവി മഹാനുഭാവൻ പറയുന്നു 205-240 പേജിൽ എന്താ പറയുന്നത്? ഫളഹറ, ഈ പറഞ്ഞതിൽ നിന്ന് ബോധ്യമായി അന്നൽ ഇൽമ സായിദ അലാ മാ യുഖാലു ലഹു ഇൽമുൽ ഹാൽ, മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഇൽമുൽ ഹാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അഭിരുചി അല്ലെങ്കിൽ ഇൽമുൽ ഹാൽ അങ്ങനെ പറഞ്ഞാൽ മതി. ആ മഹത്തായ വിജ്ഞാനം അന്നൽ ഇൽമ സായിദ അലാ മാ യുഖാലു ലഹു ഇൽമുൽ ഹാൽ, ഈ മഹത്തുക്കൾക്ക് ലഭിക്കേണ്ട ഇൽമുൽ ഹാലിന്റെ പുറമെ ലൈസ ബിശറത്തിൻ ഫീ വിലായത്തിൽ വലി, ഒരാൾ വലിയാകാൻ മറ്റൊന്നും ഷർത്തില്ല. ഇൽമുൽ ഹാല് കിട്ടിയാൽ മതി. ഇൽമുൽ ശരീഅത്തിൽ അഗാധ പാണ്ഡിത്യം വേണ്ട. ആര് പറയുന്നു? നിങ്ങൾ ഉദ്ധരിച്ച ഇസ്മായിൽ ഹഖി അൽ ബറൂസവി റഹ്മഹുല്ലാ റൂഹുൽ ബയാന്റെ 5-ാം വോള്യം 240 പേജ് അല്ലേ? ഫളൽ ഉസ്താദ് പറയുന്നത് ഇനി കിതാബ് മാത്രം പോരാ, ഏതാനും ദക്ഷിണക്കാരെ സദസ്സിൽ വെച്ചാണല്ലോ പറഞ്ഞത്, അവരുടെ വേദിയിൽ വെച്ചാണല്ലോ പറഞ്ഞത്. മുഅല്ലിമീന്റെ ലജ്നത്തുൽ മുഅല്ലിമീന്റെ ഉത്തരവാദപ്പെട്ട അഡ്രസ്സിലാണല്ലോ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് അവരുടെ പുസ്തകമാണിത്. ഓല അഭിപ്രായം എന്താ നോക്കുക. ഇതേതാ? അൽബുസ്താൻ
ലജ്നത്തുൽ മുഅല്ലിമീന്റെ മുഖപത്രമാണ്. ഇവരെന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ സാധനം മുഴുവൻ അപ്പൊ കയ്യിലെത്തും. നോക്കൂ നിങ്ങൾ, ഇതിൽ പറയാം ദേദാ അൽ ബുസ്താൻ. ആരതാ? ലജ്നത്തുൽ മുഅല്ലിമീന്റെ മുഖപത്രം. അവരാരാ? ഹസ്രത്തിന് സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ. എന്തേ അങ്ങനെ ചെയ്തു? ഇത്തരൊന്നും പറയുന്നു കരുതിയിട്ടുണ്ടാവില്ല അല്ലേ? നോക്കൂ, അതിൽ പറയണം, വിലായത്ത് അപ്രാപ്യമായ ഒന്നല്ല. ഇത് ശരിക്കും പിടിച്ചട്ടാ. അൽ ബുസ്താൻ അതിന്റെ ആ കോപ്പിയൊക്കെ ഇവർക്കൊന്ന് കൊടുക്കണം. കേസറ്റ് കൊടുത്തിട്ട് ഒന്ന് ഹസ്രത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കി കാണട്ടെ. ഡേറ്റ് പറഞ്ഞുതരാം. പുസ്തകം 14 ലക്കം 2 2010 ഡിസംബർ ദുൽഹജ്ജ്. വില 5 റുപ്യ വരെ. പബ്ലിഷ്ഡ് ബൈ, അവിടെ ഒരു പേജ് പോയിക്കുന്നത് അതെടുത്തോളി. പബ്ലിഷ്ഡ് അതാ ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ. പബ്ലിഷ്ഡ് ബൈ ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ മുഖപത്രമായ അൽ ബുസ്താൻ വിദ്യാഭ്യാസ സാംസ്കാരിക മാസിക അല്ലേ? മജല്ലത്ത് സഖാഫ വൽ മആരിഫ് ദീനിയ കണ്ട് എന്തൊക്കെയായാലും അത് ശരിയാ. ഇയാളൊരു സംഘടനന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലല്ലോ. ഓണ പറയേണ്ടി വരും. കളവ് പറയുന്നത് പേടിച്ചിട്ട് ദക്ഷിണന്റെയോ വേറൊരു സംഘടനന്റെ മെമ്പറല്ല. അതുകൊണ്ട് ഇത് വായിക്കാനുള്ള തോന്നലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. മൂപ്പർക്ക് സത്യം പറയാൻ ഉദ്ദേശിച്ച പ്രകാശ തോന്നി. ഏതായാലും ഞാൻ വായിച്ച് നന്നാക്കും. അല്ലാഹു നന്നാക്കട്ടെ. വിലായത്ത് അപ്രാപ്യമായ ഒന്നല്ല. അതിന് പണ്ഡിത പാമര വ്യത്യാസവും ഇല്ല. ഇതിന്റെ പ്രസംഗമല്ല, എന്റെ പ്രസംഗമല്ല. ഇതെന്താ? അൽ ബുസ്താൻ, ദക്ഷിണ കേരള ജമയത്തുൽ മുഅല്ലിമീന്റെ മുഖപത്രം. അതിലെന്താ പറയാ? ഹസ്രത്ത് എന്താ പറഞ്ഞേ? വിലായത്തിന്റെ അതിനാമർത്തബയിലെത്തണമെങ്കിൽ, ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്തണമെങ്കിൽ വേണ്ടതെന്താ? ഉലൂമു ശരീഅയുടെ എല്ലാ ഫന്നിലും അതീവ അവഗാഹം നേടണം. എന്നാലേ കഴിയൂ. ഷെയ്ഖാകണമെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ, അതിന്റെ ഒക്കെ കുറെ അപ്പുറത്ത് പോണം. എന്നാൽ ലജ്നത്തുൽ മുഅല്ലിമീൻ അതിനു മുമ്പേ, നാം പറയുന്നതിന് മുമ്പേ മറുപടി എഴുതി വെച്ചിരിക്കുന്നു. പൊന്നു ലജ്നത്തുൽ മുഅല്ലിമീന്റെ മാന്യ സഹോദരർ, ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി എടുത്ത് നമ്മുടെ ഈ ബഹുമാന്യനായ കളവ് പറയാത്ത, ജീവിതത്തിൽ കളവ് പറയേണ്ടി വരും കരുതിയിട്ട് മെമ്പർഷിപ്പ് എടുക്കാത്ത ദക്ഷിണന്റെ ആൾക്കാരൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് കളവ് പറയുന്ന ആളുകളാണെന്ന് വ്യംഗ്യന്തരേണ സൂചിപ്പിച്ച ഈ മാന്യ ദേഹത്തിന് നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അവര് പറയുന്നത് വിലായത്ത് അപ്രാപ്യമായ ഒന്നല്ല. അതിന് പണ്ഡിത പാമര വ്യത്യാസവും ഇല്ല. മതവിധികളിൽ സൂക്ഷ്മത പുലർത്തുന്ന ഏതൊരു വ്യക്തിക്കും വിലായത്ത് പ്രതീക്ഷിക്കാം. വിലായത്ത് എന്ന അനർഘനിധി ചില വ്യക്തികൾക്ക് മാതൃകുമ്പിയിൽ നിന്ന് വെച്ചും, ചിലർക്ക് ജനിച്ചയുടനെയും, മറ്റു ചിലർക്ക് കുറെ കാലം കഴിഞ്ഞും നൽകും. എന്താണ് ഈ പറയുന്നത്? വിലായത്ത് എവിടെ നിന്നൊക്കെയാ കിട്ടുക? വിലായത്ത് എവിടെ നിന്നൊക്കെ കിട്ടുക? ഒന്ന്, വ്യക്തികൾക്ക് മാതൃകുമ്പിയിൽ നിന്ന്, ഉമ്മാന്റെ വയറ്റിൽ തന്നെ വിലായത്ത് ലഭിക്കും. കൊണ്ടുവാ, ഉസ്താദിന്റെ എഴുത്തുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. പോയി പറ അല്ലേ? ആരോടാ പറയണ്ടേ? ജമിയത്തുൽ മുഅല്ലിമീനോട്. ലജ്നത്തുൽ മുഅല്ലിമീന്റെ നേതാക്കന്മാരോട് പറയണം. അല്ലെങ്കിൽ ഓലൊന്നും കിട്ടുന്നില്ല മുഅല്ലിമീൻ. ഈ ബുസ്താൻ അടുത്ത് പിടിച്ചിട്ട് ഇതിനോടാണ് പറഞ്ഞോണ്ടി കൊണ്ടുപോ ബുസ്താൻ ഒരു രേഖ അല്ലേ? മാതൃകുമ്പിയിൽ നിന്ന് വിലായത്ത് ലഭിക്കും, ഉമ്മാന്റെ വയറ്റിന്ന് വിലായത്ത് ലഭിക്കും. ചിലർക്ക് അങ്ങനെ, മറ്റു ചിലർക്ക് ജനിച്ച ഉടനെ
ഉമ്മാന്റെ വയറ്റിന്ന് പുറത്തേക്ക് വന്നേക്ക് ടെക് ഉണ്ടായിക്കോ വിലായത്ത്. വളരെ സുതാര്യാണ്. മറ്റു ചിലർക്ക് കുറെ കാലം കഴിഞ്ഞ് ഇനി വേറെ ചിലക്ക് തീരെ കിട്ടൂല. ആ കൂട്ടത്തിൽ താങ്കൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യാം. അല്ലേ? സനത് ഇഷ്ടം പോലെ ഉണ്ടാവും. കുറച്ച് സനത്തിന്റെ പേപ്പറായിട്ട് ഇരിക്കുകയാണ് ഇയാള് എന്നാ തോന്നണ്. കൊണ്ടുപോവാ ഞങ്ങളെടുത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതും കാട്ടി കുത്തിരിക്ക, ഇതിന് കാട്ടി അതാണ് പോവും. അൽബുസ്താൻ കണ്ടാൽ താങ്കളുടെ പ്രഭാഷണത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടും. അല്ലേ? കഴിഞ്ഞില്ല. ഇനിയുണ്ട് അതില് അർത്ഥനിയുണ്ട്. ഇതൊക്കെ പാടെ തീരോ സമയത്തുണ്ടോ? പിന്നെ വീണ്ടും അദ്ദേഹം വിശദീകരിക്കാം. ആത്മീയ വിജയത്തിന് വലിപ്പച്ചെറുപ്പമില്ല. ആത്മീയ വിജയത്തിന് വലിപ്പച്ചെറുപ്പമില്ല. ആത്മാർത്ഥമായ അഭിലാഷവും പരിശ്രമവും ഏത് സാധാരണക്കാരനും ആത്മസാക്ഷാത്കാരം നേടാനാവും. ലോകപ്രശസ്ത പണ്ഡിതനും മദ്ഹബിന്റെ ഇമാമുമായ ശാഫിഈ റളിയല്ലാഹു അൻഹുവെ തർബിയത്ത് അഥവാ ശിക്ഷണം നടത്തിയത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വമ്പിച്ച പണ്ഡിതനാണ്, മഹാമനീഷിയാണ്, സർവവിജ്ഞാന കോശമാണ്. മഹാനുഭാവനെ കുറിച്ച് പറയാം. അദ്ദേഹത്തെ ശിക്ഷണം നടത്തിയത് അന്നത്തെ ആട്ടിടയ സമൂഹത്തിലെ ഷൈബാനുർ റാഇ എന്ന മഹാനായിരുന്നു. ആട്ടിടയനാണ്. ആര്? ഷാഫി ഇമാമിന്റെ മുറബ്ബിയായ ശൈഖ് ഒരാട്ടിടയനായിരുന്നു. ആര് പറഞ്ഞു? അൽ ബുസ്താൻ. അതാർതാണ്? ലജ്നത്തുൽ മുഅല്ലിമീൻ ദക്ഷിണ. അവരാരാണ്? ഹസ്രത്തിന് സ്റ്റേജ് ഒരുക്കുന്നവർ. ഹസ്രത്ത് എന്തേ പറഞ്ഞു? ലജ്നത്തിന്റെ മുഖപത്രത്തിനെതിരെ. അത് കേട്ടിട്ടോ അവരെന്തേ ചെയ്തു? ഒരു തലയാട്ടി കുത്തിരുന്നു. നിങ്ങളെ കുറിച്ച് എന്ത് പറയണം? നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനിച്ചളി. നമ്മൾ പറയണില്ല. മാത്രമല്ല ഷൈബാനുർ റാഇ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷൈഖ് ഒരു ചെരുപ്പ് കുത്തിയായിരുന്നതും അബ്ബാസ് വൈസിന്റെ വകയല്ല, യൂസുഫ് സുൽത്താൻ കൊണ്ടുവന്ന രേഖയല്ല, യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തിയുടെ ഖലീഫമാരുടെ രേഖയല്ല, അവരുടെ മുരീദന്മാർ പബ്ലിഷ് ചെയ്ത പുസ്തകമല്ല. ലജ്നത്തുൽ മുഅല്ലിമീൻ പുറത്തിറക്കിയ അവരുടെ മുഖപത്രത്തിൽ വളരെ വ്യക്തമായി എഴുതുന്നു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ തർബിയത്ത് നടത്തിയത് ആട്ടിടയനായിരുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷൈഖ് ഒരു ചെരുപ്പ് കുത്തിയായിരുന്നതും മറ്റനേകം മശായിഖുമാരുടെ ജീവിതഗാഥകളും തസവുഫിന്റെ വഴികളിൽ ഏതൊരാൾക്കും വിജയം വരിക്കാം എന്നതിന് തെളിവാണ്. കഴിഞ്ഞില്ല. വിദ്യാവിഹീനനായിരുന്ന ലക്ഷോപലക്ഷം സ്വഹാബത്തും സർവോപരി ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമൊക്കെ മാതൃകാ പുരുഷന്മാരായിട്ടുള്ളപ്പോൾ നമ്മൾ മാത്രം എന്തിനു മടിച്ചു നിൽക്കുന്നു? എന്തിനാ നമ്മൾ മടിച്ചു നിൽക്കുന്നത്? ലേഖനത്തിൽ ചോദിക്കുന്നത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ തർബിയത്ത് ചെയ്ത ഷൈഖ് എന്ന് പറയുന്നത് ഷൈബാനുർ റാഇ എന്ന് പറയുന്ന ആട്ടിടയനാണ്. ലോകപ്രശസ്ത പണ്ഡിതനും ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ അതിപ്രസരത്തെ പിടിച്ചു നിർത്തി ലോക